ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിസ്സ പ്രിപ്പറേഷനാണ്. ഞാനിവിടെ ഒരു ഏകദേശം 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റോസ്റ്റ് ചെയ്ത ഭാഗം മാറ്റിവെച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മിൽക്കും ആഡ് ചെയ്തുകൊണ്ട് കുതിർത്തിയെടുക്കുകയാണ്. നമുക്കിവിടെ 4 മുട്ട ആവശ്യമായിട്ടുണ്ട്. ഞാൻ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. കുറച്ച് കുരുമുളകിൻ്റെ ആവശ്യമുണ്ട്. കുരുമുളക് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത കുരുമുളക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കൈക്കൊണ്ടോ തവിക്കൊണ്ടോ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒറിഗാനോ ലീഫ് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഞാൻ 2 പനിക്കൂർക്കേൻ്റെ ഇല പാനിൽ ചൂടാക്കി പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡിൻ്റെ ആ പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചാണ് ഞാനിവിടെ വേവിക്കുന്നത്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ സവോള, 2 പച്ചമുളക്, ഉരുളൻകിഴങ്ങ് ഇതെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. ഇതിൽ ഉരുളൻകിഴങ്ങ് മാത്രം നമുക്ക് വറുത്തെടുക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ടൊമാറ്റോയും അതുപോലെ തന്നെ സോയ ചങ്ക്സൊക്കെ വേവിച്ചെടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പച്ചക്കറിയായിട്ട് പൊട്ടറ്റോ മാത്രമേ ചേർക്കുന്നുള്ളൂ. പൊട്ടറ്റോയിൽ ഒന്നും ചേർക്കാതെ തന്നെ കട്ട് ചെയ്തിട്ട് എണ്ണയിൽ വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ടൊമാറ്റോ സോസും അതുപോലെ ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വറുത്തെടുത്തിലേക്ക് ചേർത്തു. കുരുമുളക് ചേർത്തിട്ട് നമുക്ക് ആ ബ്രെഡിൻ്റെ മേലേക്ക് ഇതെല്ലാം ഇങ്ങനെ ലെയറായിട്ട് ഫില്ല് ചെയ്യാം. ആദ്യം പൊട്ടറ്റോ, അത് കഴിഞ്ഞ് ഞാൻ സവോളയും ഉള്ളിയും അതുപോലെ ചീസും കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി, മുളക് ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിഗാനോ ലീഫ് ഇട്ട് വീണ്ടും ചീസിട്ട് ലെയർ ഫില്ല് ചെയ്യാണ്. ബാക്കിയുള്ള പൊട്ടറ്റോയും കൂടി അരിഞ്ഞ് അതിന് മേലെ വെച്ച് ലെയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചീസ് മെൽറ്റായി വരാൻ അത്രയും വേവിച്ചാൽ മതി. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.